ആരൂരില്ലാത്ത ദിവ്യക്ക് അവളുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ദീപക് അല്ലെന്ന് നുണ പറഞ്ഞ് ഈ വീടിന്റെ പടവുകൾ ഇറങ്ങി കണ്ണീരോടെ ഇവിടുന്ന് പോവേണ്ടി വന്നു. അതല്ലേ സത്യം? അതാണ് വർമ്മ സാറേ സത്യം. കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയ ദിവ്യെ ഒരു വാടക വീട്ടിലാക്കിയത് ഞാനും രാജുവും ചേർന്നണച്ച. അതുകൊണ്ടും അമ്മയ്ക്കും മകനും മതിയായില്ല. ഈ വിവാഹം നടക്കാനായി ദിവ്യ ഇവിടെ വന്ന് സത്യം പറയുമെന്ന് ഭയന്ന അമ്മയും മോനും ഇന്നലെ രാത്രിയില് പ്ലാൻ ചെയ്ത് ദിവ്യയും കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തു. ആ കോൺഫിഡൻസില് ദിവ്യ ഒരിക്കലും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് സമാധാനിച്ചിരിക്കുകയായിരുന്നു അംബിക മാഡവും ദീപക് സാറും. ദിവ്യയുടെ മുഖം എല്ലാവരുടെ മുമ്പിൽ വെച്ച് കണ്ടപ്പോ അംബിക മാഡം ഞെട്ടിയത് ഇവിടെ കുറച്ചു പേരെങ്കിലും ശ്രദ്ധിച്ചു കാണുമല്ലോ. രാജു, നീ വെറുതെ ആവശ്യമില്ലാത്ത നുണയൊന്നും പറയരുതേ. എനിക്ക് നുണ പറയേണ്ട കാര്യമില്ല മാഡം. വർമ്മ സാറേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ദിവ്യേ, രാജു പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ വർമ്മ സാറേ, സത്യമാണ്. DNA റിപ്പോർട്ട് വന്നപ്പോ അത് ഇവിടെ വെച്ച് കീറിക്കളഞ്ഞ് കുഞ്ഞുമായി നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നിന്റെ അമ്മയെ രക്ഷിക്കാനാണോ? അതെ സാറേ. അത് ഞാനെങ്ങനെ വിശ്വസിക്കും? എന്താണ് അതിന് തെളിവ്? ഞാൻ എന്റെ അമ്മയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാർ. ആ, ദിവ്യയ്ക്ക് വേണ്ടി ദിവ്യയുടെ അമ്മ നുണ പറയില്ലേ? പറയും. മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അമ്മമാര് ചിലപ്പോ ചില നുണകളൊക്കെ പറഞ്ഞെന്ന് വരും. അപ്പോ ദിവ്യയുടെ അമ്മ പറയുന്നത് എനിക്ക് എങ്ങനെ വിശ്വസിക്കാനാവും? ദിവ്യ തന്നെ ഇതിന് മറുപടി പറയേ. വർമ്മ സാറേ, ദിവ്യയുടെ അമ്മയെ ദീപക് വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തിയ ദിവസത്തെ ദിവ്യയുടെ അയൽവാസിയുടെ വീട്ടിലെ CCTV പരിശോധിച്ച ദീപകിന്റെ കാറ് ആ വീട് കടന്നു പോകുന്ന കാണാം. ഇതെന്ത് തെളിവാ? എന്റെ കാർ പോയ വഴിയെല്ലാം നടന്ന കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഞാനാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ സമ്മതിക്കും? വർമ്മ സാറേ, ഇത് കണ്ടോ? ഇന്നലെ രാത്രി മുതല് ദിവ്യയുടെ കൈ കെട്ടിയിട്ടിരുന്ന കയറിന്റെ പട അത്. ആ കെട്ട് വലിച്ച് പൊട്ടിച്ച് ദിവ്യ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടാ എനിക്ക് ദിവ്യയും കുഞ്ഞിനെയും അവിടുന്ന് രക്ഷിക്കാനായത്. വാടക ഗുണ്ടകളിൽ നിന്നും ദിവ്യയെ ഞാൻ രക്ഷിച്ച സ്ഥലത്ത് ദീപക് ഇന്നലെ ഉണ്ടായിരുന്നെന്ന് സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് എടുത്ത വർമ്മ സാറിന് എല്ലാം മനസ്സിലാവും. എന്താ ദീപകെ, ഞാൻ നിന്റെ മൊബൈൽ ഫോൺ ഇന്നലെ സഞ്ചരിച്ച വഴിയൊന്ന് തിരയട്ടെ. വേണ്ടമ്മോ. എന്ത്? വേണ്ട. അപ്പോ ഇന്നലെ നീ ദിവ്യയും കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തെന്ന് സമ്മതിക്കുന്നു. രാജു പറഞ്ഞതൊക്കെ സത്യമായിരുന്നു അല്ലേ? നിന്നെ ഞാൻ അമ്മേ, മിണ്ടി പോകരുത്. നീ നടക്കണം നിന്റെ മുറിയിലേക്ക്. ഞാൻ അറിയാതെ നീ ഇതൊക്കെ എപ്പോഴാണ് ദീപക് ചെയ്തേ? നിക്കേശി, ദിവ്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇവൻ ഇവിടുന്ന് പോയാ മതി. അത് അകത്തേക്കായാലും ശരി, വീടിന് പുറത്തേക്കായാലും ശരി.
അളിയ ദിവ്യയുടെ കുഞ്ഞ് ആ ഇപ്പൊ കൊണ്ട് കളിയാ. ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ. നന്ദി. ചെല്ലാം. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇനി എന്റെ മകളുടെ ഇഷ്ടം പോലെ അവൾക്ക് രാജുവിനെ വിവാഹം ചെയ്യാലോ. ദീപക് സാറേ, സാറിന്റെ കുഞ്ഞ്. ഉം. വർമ്മ സാറേ, ദീപകിനെ കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് ദീപകിന്റെ കയ്യിലേക്ക് ഹൃതിക മാഡത്തിന്റെ ജീവിതം ചെന്നെത്തുന്നത് അപകടമാണെന്ന് തോന്നിയതുകൊണ്ടാ ഞാനിങ്ങനെ. എനിക്കെല്ലാം മനസ്സിലായി രാജു. വലിയ ഇതാണ് ബെസ്റ്റ് ടൈമിംഗ്. ഇപ്പൊ വർമ്മയങ്ങളോട് സംസാരിച്ച കാര്യം നടക്കും. എന്റെയും വർമ്മ സാറിന്റെ മോളുടെയും വിവാഹകാര്യം. നീ എന്തായി പറയുന്നേ? മല്ലീച്ചനും സംസാരിച്ചു നോക്ക്. വർമ്മേ, എടോ, ഐ എം റിയലി സോറി. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. താൻ ആഹാരം കഴിച്ചിട്ട് പോവോ? എന്താണോ താനീ പറയുന്നേ? തന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ തന്നോട് ഓപ്പണായിട്ട് ചോദിക്കട്ടെ. എന്താടോ? ഈ സാഹചര്യത്തിൽ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നമുക്കിടയിൽ അങ്ങനെ ചോദിക്കുന്നതിനും പറയുന്നതിനും മുഖവുരയുടെ ആവശ്യമില്ലെന്നും എനിക്കറിയാം. താൻ കാര്യം പറയേ. എന്റെ അനിയന്റെ മകൻ റോഹന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ തനിക്ക് സമ്മതമാണോ? എന്താണ് അവിടെ നോക്കിയിരിക്കുന്നത്? നിന്നോട് ഇവിടുന്ന് പോകാൻ ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞത് കേട്ടില്ലടാ, പോകാൻ. ഇനി നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? ഓടി നടക്ക്. മകളുടെ ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതയായിരിക്കും തന്റെ മനസ്സിലെന്ന് എനിക്കറിയാം. വാ, നമുക്ക് അല്പം മാറിയെന്ന് സംസാരിക്കാം. ആ കൈ എന്ന് ഗുഡ്. പെൺകുട്ടികളായ ഇത്രയ്ക്ക് ധൈര്യം വേണം. താൻ ഗുഡ് ലുക്കിംഗ് മാത്രമല്ല, നല്ല ധൈര്യവും തന്റെ ഉള്ള കുട്ടിയാ. ഐ ലൈക്ക് ഇറ്റ്. രാധമേ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു മോളെ. ആ ദുഷ്ടന്റെ ഭാര്യയാവേണ്ടി വന്നില്ലല്ലോ മോൾക്ക്. മോള് ചെന്ന് ഈ വേഷൊക്കെ മാറ്റ. രാധമേ, ചെല്ല. വർമ്മ സാറിനോട് മന്ത്രി സാഗരാജൻ ആ പയ്യന് വേണ്ടി ഋതികാമ്മടുത്ത വിവാഹം ആലോചിച്ചുറപ്പിക്കൂടാ. ഉറപ്പിക്കാനാ സാധ്യത. വർമ്മ സാറിന് വളരെ അടുപ്പമുള്ള കുടുംബം അവരുടേതാ.
ഇതിനെ പിടിച്ചേ. നിന്നോട് പിടിക്കാനല്ലേ പറഞ്ഞേ? സ്വന്തം കുഞ്ഞല്ലേ? ഞാൻ 10 മാസം വയറ്റിൽ ചുമന്നതാ. ഇനി അങ്ങോട്ട് കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നു വെച്ച് ഇവിടെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഇടിഞ്ഞു വീഴുന്നത് ആകാശാണോ അതോ ഭൂമി രണ്ടായിട്ട് പിളരാൻ പോവാണെന്നൊക്കെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അമ്മേ, ഇവളോട് കുഞ്ഞിനെ പിടിക്കാൻ പറയും. ദിവ്യേ, നീ നിന്റെ കുഞ്ഞിനെ വാങ്ങിക്കേ. എന്റെ കുഞ്ഞോ? അതെങ്ങനെ എന്റെ മാത്രം കുഞ്ഞാവും? ഈ കുഞ്ഞിന് ജന്മം കൊടുത്ത അച്ഛന്റെ കൈ തന്നെയാ കുഞ്ഞിരിക്കുന്നത്. കുറച്ചു നേരം അവനെ കയ്യിലെടുത്തപ്പോ ദീപക്കിന് മടുത്തെങ്കിൽ ദീപക് ഓർത്തോ, ജീവിതകാലം മുഴുവൻ ദീപക് ഇവനെ തന്നെ നോക്കി വളർത്തേണ്ടി വരും. എന്താടി നിന്റെ ശബ്ദത്തിനും വാക്കിനും ഒക്കെ ഒരു മര്യാദ കുറവ്? നീ എന്നു മുതലാടി എന്റെ മകനെ പേരെടുത്തൊക്കെ വിളിക്കാൻ തുടങ്ങിയത്? ആ, വേലക്കാരി ഒരവസരം കിട്ടിയപ്പോ കുഞ്ഞിനെ വാങ്ങടി. അതെ, ഞാൻ വേലക്കാരി തന്നെയാ. നിങ്ങൾക്ക് എന്നെ എന്ത് വേണേലും വിളിക്കാം, തല്ലാം, കൊല്ലാം. പക്ഷേ ഞാൻ പ്രസവിച്ച ഈ കുഞ്ഞ് ഈ വീട്ടില് ഇനി ദീപക്കിന്റെ കൈ തന്നെ വളരും. ഓ, അപ്പൊ നീയെല്ലാം തീരുമാനിച്ചു തന്നെയാ അല്ലേ? അതെ, ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാ. എങ്കി നീ ഓർത്തോ, ഇവിടെ തന്നെ തുടരാന്നുള്ള നിന്റെ വ്യാമോഹം ഇല്ലേ, നിന്നെ ജീവനോടെ ഞാൻ പുറത്തു വിടില്ല. അതിനും തയ്യാറായി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. എങ്കിൽ നീ ഒരു വെള്ളത്തുണിയും മൂക്കി വയ്ക്കാൻ കുറച്ച് പൊന്നിയും കരുതിക്കൂടി. എന്തിനാ ദീപക്കെ വെള്ളത്തുണിയും പഞ്ഞിയൊക്കെ? എന്താ നീ വല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോകുന്നുണ്ടോ? എടാ, നീ ഇവളെ എന്റെ തലയിൽ കെട്ടിവെച്ച് ഹൃതികയും കെട്ടി സുഖിച്ച് സ്വത്തും കൈക്കലാക്കി ജീവിക്കാതെ കരുതണ്ട. ഞാനൊന്ന് വീണു, അത്രേ ഉള്ളൂ. പൂർവാധിക ശക്തിയോടെ ഞാൻ ഉയർന്നു വരുവടാ. നിന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം വരെ ഞാൻ മാറ്റും. നീ കരുതിയിരുന്നു. എന്താ ദീപക്കേത് ഇങ്ങനെ ബഹളം വെച്ചാ ഉറങ്ങുന്ന കുഞ്ഞുണരില്ലേ? നീ വില്ലത്തരം കാണിക്കുന്ന പോലെ കുഞ്ഞിനെ ഉറക്കുന്നത് അത്ര എളുപ്പമല്ല കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ നീ അംബിക മാഡത്തിനോട് ചോദിച്ചു നോക്ക്. ഇപ്പോഴേ നിന്നെ ഒന്ന് അടക്കി നിർത്താൻ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നെന്ന് അറിയൂ. അങ്ങനെയെങ്കിൽ ചെറുപ്പത്തിലെ അംബിക മാഡം എന്തുമാത്രം പാടുപെട്ട് കാണും. മതിയുടെ ബഹളം ഉണ്ടാക്കിയത്. നീ ഒന്ന് അടങ്ങ്. അംബിക മാഡം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നോ അംബിക മാഡത്തെ ദീപകിനെ നാണം കെടുത്തണമെന്നോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. സാഹചര്യങ്ങള് എന്നെ കൊണ്ട് ചെയ്യിച്ചു പോകുന്നതാ. അംബിക മാഡം ഒരു അമ്മയല്ലേ? സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അമ്മയുടെ വിഷമം അംബിക മാഡത്തിന് മനസ്സിലാവില്ലേ? ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛൻ ദീപക് ആണെന്ന് അംബിക മാഡം മനസ്സിലാക്കിയതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ശാപം മകന്റെ ജീവിതത്തിൽ വേണോ? അംബിക മാഡം തന്നെ പറയാം. എടാ രാജു, ഞാൻ നട്ടു വളർത്തുന്ന ചെടിയിലെ ഒരിത്തില് വന്നാ ഞാൻ അതങ്ങ് പറിച്ച് ദൂരെ കളയും. എന്റെ മകന് തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അതിന് പകരമായേ ഞാനിവൾക്ക് പൊന്നോ പണമോ ഭൂമിയോ എന്താന്ന് വെച്ചാ കൊടുത്തേക്കാം. പക്ഷേ ഇവളെ ജീവിതകാലം മുഴുവൻ എന്റെ മോൻ ചുമക്കണോന്ന് പറയുകയാണെങ്കിൽ അത് നടക്കില്ല രാജു. എന്റെ മകൻ ചെയ്തൊരു അബദ്ധം, അവന്റെ ഒരു തമാശ, ഇത് അത്രേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അതൊരു വലിയ സംഭവമാക്കി. എല്ലാം ഒന്ന് ആറട്ടെ. എന്താ വേണ്ടേന്നേ ഈ അംബികയ്ക്കറിയാം. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു? നിങ്ങളൊരു അമ്മയല്ലേ? വർമ്മ സാറിനെ പോലൊരു വലിയ മനുഷ്യന്റെ സഹോദരിയായി നിങ്ങൾ എങ്ങനെ ജനിച്ചെന്നാ എനിക്ക്. എടാ മതി, മതിയാക്കിക്കോ നിന്റെ അധിക പ്രസംഗം. അയ്യേ അമ്മേ, ദേത് മുള്ളി. ഒന്ന് പിടിച്ചേ അമ്മേ. നീ അങ്ങോട്ട് മാറി നിൽക്ക് ദീപകെ. അമ്മേ, ഇത് മുള്ളിയെന്ന്. അതിനെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി. നിങ്ങളിങ്ങനെ അറപ്പ് കാണിക്കുന്ന എന്തിനാ മാഡം? കേട്ടിട്ടില്ലേ? ഉണ്ണിമൂത്രം പുണ്യാഹമാണെന്ന്. പിന്നെ പുണ്യാഹം. ദേ എന്നെ കൊണ്ട്
കൂടുതലൊന്നും പറയിപ്പിക്കില്ല രാജു. ദിവ്യ, നീ കുഞ്ഞിനെ ദീപകിന്റെ കയ്യിൽ നിന്ന് വാങ്ങ. എന്നിട്ട് കുഞ്ഞിനെ ഡ്രസ്സ് മാറ്റി റൂമിൽ കിടത്ത്. ഏയ് അത് ശരിയാവില്ല. എന്റെ റൂമിൽ ഇതിനെ കിടത്താനൊന്നും പറ്റില്ല. വേണമെങ്കിൽ റെസ്റ്റ് റൂം ഉപയോഗിക്കട്ടെ. ആണോ? ഞാൻ വർമ്മ സാറിനെ വിളിക്കാം. വർമ്മ സാർ തീരുമാനിക്കട്ടെ ദിവ്യ കുഞ്ഞുമായി ഏത് റൂമിലേക്ക് പോകണമെന്ന്. ദിവ്യ, നീ ഇതിനൊന്ന് പിടിച്ചേ. ഇനിയൊന്ന് പിടിക്കാൻ. മോനിക്ക് എന്റെ ഷർട്ടിലൊക്കെ ആയി. ഊരി കളയടാ അത്. എടാ രാജു, നീ രണ്ടാമത്തെ തവണയാ നീ ഇവളെ ഇറക്കി എനിക്കെതിരെ കളിക്കുന്നത്. നീ ഇവിടെ ദുഃഖിക്കേണ്ടി വരും, ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. വാമേ. രാജുവേട്ടാ, ദിവ്യ, നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. നീ ധൈര്യമായിട്ടിരിക്കെ. അങ്ങനെ ദിവ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഒയ്യോ, ഋതിക മാഡം. വലിച്ച പറയേ. വർമ്മേ, താനെന്തിനാടോ ഇത്രയും ആലോചിക്കുന്നേ? ഇവൻ എന്റെ അനിയന്റെ മകനല്ലേ? തന്റെ കുടുംബത്തിന്റെ അത്രയും പേരും പെരുമയൊന്നും ഇല്ലെങ്കിലും എന്റെ മക്കളും അനിയന്റെ മക്കളും ഒക്കെ വിദ്യാഭ്യാസത്തിന്റെയും സ്വഭാവ ഗുണത്തിന്റെയും കാര്യത്തിലൊക്കെ ഒട്ടും പിന്നിലല്ല. ഏയ്, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നേ? അതൊന്നും അല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ ഋതികയുടെ വിവാഹം ഇങ്ങനെ. അതൊക്കെ അങ്ങനെയാണ് വർമ്മേ. ദൈവം തീരുമാനിക്കുന്നതേ നടക്കൂ. ഇന്നിവിടെ എന്റെ കൂടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഇവൻ വരാനും കല്യാണ പെണ്ണ് ആരാണെന്നറിയാതെ ഋതികയെ ഇവൻ കാണാനും കണ്ടിഷ്ടപ്പെടാനും നടക്കാനിരുന്ന വിവാഹം മുടങ്ങിയതുമൊക്കെ ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവന് വേണ്ടി ഞങ്ങളെത്ര പെൺകുട്ടികളെ കണ്ടതാണെന്ന് വർമ്മയ്ക്ക് അറിയാമോ? ഇതുവരെ ഇവൻ ഒരു പെൺകുട്ടിയോടും ഒരു താല്പര്യവും തോന്നിയിട്ടില്ല. പക്ഷേ കണ്ട മാത്രയിൽ തന്നെ തന്റെ മകളെ ഇവന് ഇഷ്ടമായി. ഇവർ തമ്മിലുള്ള വിവാഹം നടക്കണമെന്നായിരിക്കും ദൈവത്തിന്റെ തീരുമാനം. താൻ നടന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കേ. തനിക്ക് എന്നെ വിശ്വാസമില്ലേ? ഏയ്, അതെന്താടോ താൻ അങ്ങനെ ചോദിക്കുന്നേ? തനിക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ തന്റെ മകളെ, എന്റെ ചെക്കനെ ധൈര്യമായിട്ട് കൈപിടിച്ചു കൊടുക്ക്. ആ ചെക്കനുമായിട്ടുള്ള വിവാഹത്തിന് അച്ഛൻ സമ്മതം മൂടുന്നതിന് മുൻപ് എനിക്ക് വിവാഹം വേണ്ടെന്ന് അച്ഛനോട് പറയണം. അങ്കിളെ, അങ്കിളിനോട് അങ്കിളിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള പ്രായമോ യോഗ്യതയോ എനിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിത് അങ്കിളിനോട് പറയാതിരിക്കാൻ വയ്യ. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ് ഞാൻ. സ്വന്തമായൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഇവിടെ നാട്ടിൽ നടത്തുന്നുണ്ട്. ഋതികയെ അങ്കിൾ എനിക്ക് വിവാഹം കഴിച്ച് നൽകിയാൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും നോക്കുന്ന പോലെ പൊന്നുപോലെ ഋതികയെ നോക്കിക്കൊള്ളാം. ചേട്ടാ, ഇത്ര പെട്ടെന്ന് നമ്മളിങ്ങനൊരു തീരുമാനമെടുത്താല്? പ്രതാപേട്ട, ഋതുമോളോട് സംസാരിച്ച് അവളുടെ തീരുമാനം എന്താന്ന് കൂടി അറിഞ്ഞ് ഒരു വാക്ക് കൊടുക്കുന്നല്ലേ നല്ലത്. ഇങ്ങനൊരു സാഹചര്യത്തില് ഋതിക മോളോട് ഒരു അഭിപ്രായം ചോദിച്ചാല് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 തവണ ദീപക്കുമായിട്ടുള്ള വിവാഹം മുടങ്ങിയതല്ലേ? ആ വിഷമം ആ കുട്ടിക്ക് കാണാതിരിക്കുവോ? ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാരണവന്മാർ ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്? ശേഖര, നമുക്ക് ഈ ബന്ധത്തെക്കുറിച്ച് ആലോചിച്ചാലോ? പ്രതാപേട്ട, യാമിനി എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇവന്റെ അച്ഛനെയും അമ്മയും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നല്ലൊരു ദിവസം നോക്കി സംസാരിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം. അച്ഛൻ ഋതികെ,
നിനക്കിതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ആദ്യം വാസിയുടെ പുറത്തായിരുന്നുവെങ്കിലും പിന്നീട് നിന്റെ വിവാഹം നടന്നു കാണണമെന്ന് എനിക്കും ഒരു ആഗ്രഹം തോന്നി തുടങ്ങി. ഇവരൊക്കെ ഇപ്പൊ ഈ പ്രപ്പോസൽ എന്നെ നിർബന്ധിക്കുമ്പോ എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വർമ്മ ഇങ്ങനെ വിഷമിച്ചാലോ? ഞാൻ പറഞ്ഞില്ലേ, സംഭവിച്ചതൊക്കെ നാളെയുടെ നല്ലതിനു വേണ്ടിയാണെന്ന് വിചാരിച്ചാ മതി. ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഞാൻ ഇവന്റെ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ടുവരാം. ജാതകത്തിലൊന്നും ഞങ്ങൾക്കത്ര അമിതമായ വിശ്വാസമൊന്നുമില്ല. നോക്കണമെങ്കിൽ നോക്കാം. എന്നിട്ട് എത്രയും വേഗം നമുക്ക് ഈ വിവാഹം നടത്താം. വർമ്മേ, അനന്തരവൻ ചെക്കൻ കാണിച്ച വിവരക്കേട് ഓർത്ത് താൻ വിഷമിക്കണ്ട. ഇവനുമായിട്ടുള്ള തന്റെ മകളുടെ വിവാഹം കഴിയുന്നതോടെ തന്റെ എല്ലാ ടെൻഷനും മാറും. ഇത് എന്റെ വാക്കാടോ.